നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വ്യാപാര പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ UAE ധാരണ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ഊഷ്മള സ്വീകരണം. പ്രതീക്ഷയോടെ പ്രവാസികൾ. പകരച്ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ ഇറക്കുമതി തീരുവ 50% കൂടി കൂട്ടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ചൈന തള്ളിയതോടെ വീഴ്ചയിൽ നിന്ന് കരകയറി ഏഷ്യൻ വിപണികൾ. ഇന്ത്യൻ വിപണിയിലും ഉണർവ്. ഭേദഗതി വരുത്തിയ വഖഫ് നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്രം വിജ്ഞാപനമിറക്കി. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി കേന്ദ്രത്തിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യം. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ഉടൻ പരിഗണിക്കില്ല. സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർക്ക് അനിശ്ചിതകാലം പിടിച്ചുവെക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണറുടെ നടപടിക്ക് വിമർശനം. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് കോടതി. ചരിത്രവിധിയെന്ന് MK സ്റ്റാലിൻ. വിധി ഗവർണർമാർക്കുള്ള താക്കീതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രധാന നീക്കങ്ങളുമായി AICC അഹമ്മദാബാദ് സമ്മേളനം. DCC അധ്യക്ഷന്മാർക്ക് ഇനി കേന്ദ്രത്തിലും പ്രധാന റോൾ നൽകാൻ നീക്കം. കോൺഗ്രസിൽ ഈ വർഷം വിശാല പുനഃസംഘടനയെന്ന് KC വേണുഗോപാൽ. മാർഗനിർദ്ദേശങ്ങൾ തയ്യാറായി. പ്രതിനിധി സമ്മേളനം നാളെ സബർമതി തീരത്ത്. വിശദാംശങ്ങൾ നോക്കാം. ബന്ധം കൂടുതൽ ദൃഢമാക്കി ഇന്ത്യയും UAEയും. ഇരു രാജ്യങ്ങളും വൻ തൊഴിലവസരങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും വഴി തുറക്കുകയാണ്. ഇന്ത്യ സന്ദർശിക്കുന്ന UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെത്തിയ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ, ബഹിരാകാശം, കണക്ടിവിറ്റി, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ ഇന്ത്യ-UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ദുബായിയുടെ പ്രധാന പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കിരീടാവകാശിയുടെ സന്ദർശനം ഇന്ത്യ-UAE നയതന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ഉറപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പൂർവികർ തുടക്കമിട്ട UAE ഇന്ത്യ ബന്ധത്തിന്റെ അടിത്തറയിൽ ഭാവിയിലേക്കുള്ള പാലം നിർമ്മിക്കുകയാണ് നമ്മുടെ ചുമതലയെന്ന് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രതികരിച്ചു. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ് ഇത്. ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ എക്സിൽ കുറിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തും. പിന്നീട് മുംബൈയിലേക്ക് പോകും. അവിടെ വെച്ച് ഇരു രാജ്യങ്ങളെയും പ്രമുഖ വ്യവസായികളുമായും ബിസിനസ്സുകാരുമായും കൂടിക്കാഴ്ച നടത്തും. നിരവധി മന്ത്രിമാർ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഉന്നത ബിസിനസ് നേതാക്കൾ എന്നിവരടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പമുള്ള ഈ സന്ദർശനം ഇന്ത്യയും UAEയും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയിലേക്കുള്ള ദുബായ് കിരീടാവകാശിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദ വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UAEയിൽ തൊഴിലെടുക്കുകയും വ്യാപാര നിക്ഷേപ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളും ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തൊഴിലെടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് UAE. ഇന്ത്യയുമായി ദൃഢമായ സൗഹൃദ നയതന്ത്ര ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന രാജ്യം. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയുള്ളതിന് കാരണവും ഇതൊക്കെ തന്നെ. ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഏർപ്പെടുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് UAE. കരാർ നടപ്പിലാക്കിയതിനു ശേഷം ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വാണിജ്യ മേഖലയിൽ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഇന്ത്യക്കാരുടെ ദുബായിലെ നിക്ഷേപങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് 15 ബില്യൺ ദിർഹത്തിലെത്തിയെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ഒരു വർഷം ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം 16,500-ലേറെയാണ്. എണ്ണയിതര വ്യാപാരം, ആരോഗ്യം, ടൂറിസം, സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യയും ദുബായും തമ്മിലുള്ള സഹകരണത്തിന് ഇനിയും സാധ്യതകൾ ഏറെയാണ്.
UAE-യിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ ഭൂരിഭാഗവും മലയാളികളാണ്. വൻകിട നിക്ഷേപങ്ങൾ മുതൽ ബ്ലൂ കോളർ തൊഴിൽ മേഖലകളിൽ വരെയുണ്ട് ശക്തമായ മലയാളി സാന്നിധ്യം. ഔദ്യോഗിക പരിവേഷത്തോടെ ആദ്യമായി ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശിയെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയും ഇന്ത്യ UAE വ്യാപാര വാണിജ്യ ബന്ധത്തിൽ നിർണായകമായ പെട്രോളിയം ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായ സുരേഷ് ഗോപി തന്നെ സ്വീകരിച്ചു എന്നത് ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിലായി. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച നടപടികൾ ഇനി മുതൽ പുതിയ നിയമപ്രകാരമാണ് നടക്കുക. നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കെയാണ് നിയമം പ്രാബല്യത്തിലായത്. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതി ഉടൻ വാദം കേൾക്കില്ല. ഏപ്രിൽ 16-ന് ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഹർജികൾ 16-ന് പരിഗണിച്ചാൽ മതിയെന്ന തീരുമാനമെടുത്തത്. നിയമം ചോദ്യം ചെയ്ത 12-ലധികം ഹർജികളാണ് നിലവിൽ സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയത്. വഖഫ് നിയമം സ്റ്റേ ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴ്നാട് ഗവർണർക്ക് തിരിച്ചടി. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് നിർണായക ഉത്തരവ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറെ രൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഗവർണർ RN രവിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഭരണഘടന ഗവർണർക്ക് വീറ്റോ അധികാരം നൽകുന്നില്ല. അതിനാൽ സഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അനിശ്ചിതകാലം ബില്ലിൽ തീരുമാനം നീട്ടാൻ ഗവർണർക്ക് കഴിയില്ലെന്നും സഭ വീണ്ടും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമില്ലെന്നും കോടതി അറിയിച്ചു. ബില്ല് തടഞ്ഞു വയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിക്കുകയാണെങ്കിൽ 1 മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അനുച്ഛേദം 200 അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം എന്നൊന്നില്ല എന്നും കോടതി അറിയിച്ചു. നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനാണ് കൊണ്ടുവരുന്നതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർക്ക് അനിശ്ചിതകാലം പിടിച്ചുവെക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയായി. വിധി മറികടക്കാനുള്ള നിയമവഴി തേടാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതേസമയം ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണ് കോടതി വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമീപകാലങ്ങളിൽ ഗവർണർമാർ ചില സംസ്ഥാനങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാട് ഏറെ നിയമപോരാട്ടത്തിലും രാഷ്ട്രീയ ചർച്ചകൾക്കും വിധേയമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരിൽ സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധി നിർണായകമാകുന്നത്. ഗവർണർമാർക്ക് സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകളിൽ അധികകാലം പിടിച്ചുവെക്കാൻ അധികാരമില്ലെന്ന സുപ്രീം കോടതിയുടെ വിധി BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് ആശ്വാസകരമാകും. ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച് ഇവ വൈകിപ്പിക്കുവാനുള്ള നീക്കത്തിനും ഈ വിധി തടയിട്ടിരിക്കുകയാണ്. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീത് കൂടിയാണ് ഈ വിധിയെന്നാണ് കേരളത്തിൻ്റെ നിലപാട്. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞുവെക്കുകയും അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്ത അവസ്ഥയിൽ കേരളം ഇപ്പോഴും നിയമ പോരാട്ടത്തിലുമാണ്. ബില്ലിന് 3 മാസം സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് തിരിച്ചടി കൂടിയായി. ഭരണഘടനയിൽ ബില്ല് പിടിച്ചുവയ്ക്കുവാനുള്ള അധികാരം ഗവർണർമാർക്കുണ്ടെങ്കിലും നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അട്ടിമറിക്കാനാണ് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. 3 മാസത്തിനകം തീരുമാനമെന്ന നിർദ്ദേശം കോടതി വച്ചതോടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണെന്നും ഗവർണർക്കല്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ വിധി ആശ്വാസകരമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം കനക്കുന്നു. ആഗോള ഓഹരി വിപണി തകർന്നടിയുമ്പോഴും ഇരു രാജ്യങ്ങളും പകരച്ചുങ്ക പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ചൈനയ്ക്ക് മേൽ 50% അധിക നികുതി കൂടി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 34% നികുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് 48 മണിക്കൂർ തികയുന്നതിന് മുൻപേ ട്രംപിന്റെ തിരിച്ചടി.
തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയ്ക്ക് മേൽ ചൈന ചുമത്തിയ 34% തീരുവ ഏപ്രിൽ 8 മുൻപ് പിൻവലിച്ചില്ലെങ്കിൽ 9-ാം തീയതി മുതൽ ചൈനയ്ക്ക് മേൽ 50% അധിക ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇത് നടപ്പായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 104% തീരുവയാകും. ചൈനയ്ക്ക് US 34% നികുതി പ്രഖ്യാപിച്ചതിന് പകരമായിട്ടായിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന പകരം നികുതി പ്രഖ്യാപിച്ചത്. എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തമായത്. US-നെതിരെ പകരച്ചുങ്കം ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രമേ ഇനി വ്യാപാര ചർച്ചകൾ നടത്തൂവെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അതേസമയം പകരച്ചുങ്കം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ നേരിടാൻ തയ്യാറാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാപാര യുദ്ധം ആർക്കും നേട്ടം നൽകില്ലെന്നും നികുതി ചുമത്തിയാൽ US-നെതിരെ പകരച്ചുങ്കം ഉണ്ടാകുമെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു. പകരച്ചുങ്ക പ്രഖ്യാപനങ്ങളെ തുടർന്ന് ആഗോള വ്യാപാര യുദ്ധവും അതേ തുടർന്നുണ്ടാകുന്ന മാന്ദ്യത്തിന്റെ ഭീതിയിലും ആഗോള ഓഹരി വിപണിയിൽ കനത്ത നഷ്ടം നേരിടുകയാണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് US വിപണികളിൽ ഉണ്ടായത്. ആപ്പിൾ, എൻവിഡിയ തുടങ്ങിയ പ്രധാന US ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ആപ്പിളിന്റെ ഓഹരികൾ 9% കൂടുതൽ നഷ്ടം നേരിട്ടു. ഇതിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവുണ്ടായി. സ്വർണ്ണ വിലയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ വിപണിയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. എന്നാൽ ട്രംപിന്റെ പ്രത്യാക്രമണങ്ങളെ നേരിടാൻ സജ്ജമാണെന്ന് ചൈന തിരിച്ചടിച്ചതിന് പിന്നാലെ ഏഷ്യൻ വിപണികളിൽ നേരിയ ഉണർവ് രേഖപ്പെടുത്തി. ഇന്നലെ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിൽ ഏഷ്യൻ വിപണി തകർന്നടിഞ്ഞിരുന്നു. ഇന്ത്യൻ വിപണിയിലും ഉണർവ് അനുഭവപ്പെട്ടു. സെൻസെക്സും നിഫ്റ്റിയും ആദ്യ വ്യാപാരത്തിൽ 1.5% ഉയർന്നു. സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 370 പോയിന്റും ഉയർന്നു. ജപ്പാനിലെ നിക്കി 225 സ്റ്റോക്ക് സൂചിക 5% ഉയർന്നത്. ദക്ഷിണ കൊറിയയുടെ കോസ്പിയും നേട്ടമുണ്ടാക്കി. 2% മുന്നേറിയത്. ന്യൂസിലൻഡിലെയും ഓസ്ട്രേലിയയിലെയും വിപണികളും നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. പാർട്ടിയെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. DCC അധ്യക്ഷന്മാർക്ക് ഇനി കേന്ദ്രത്തിലും പ്രധാന റോൾ നൽകാനാണ് AICC നീക്കം. സുപ്രധാന നീക്കങ്ങളുമായി AICC അഹമ്മദാബാദ് സമ്മേളനത്തിന് നാളെ സബർമതി നദീതീരത്ത് തുടക്കമാകും. 64 വർഷങ്ങൾക്കപ്പുറമാണ് അഹമ്മദാബാദ് വീണ്ടും ഒരു സമ്മേളനത്തിന് വേദിയാകുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഇനി DCC അധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തുവാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവരുടെ ശുപാർശ പരിഗണിക്കും. അതേസമയം ഇക്കാര്യത്തിൽ PCC അധ്യക്ഷന്മാർക്കും പാർലമെന്ററി നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. നാളെ രാവിലെ 10 മണി മുതൽ സബർമതി തീരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 1725 പ്രതിനിധികൾ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ബന്ധുവിൻ്റെ ചികിത്സയ്ക്കായി വിദേശത്താണ് പ്രിയങ്ക ഇപ്പോൾ. പ്രിയങ്കയുടെ അസാന്നിധ്യത്തിലും അവർക്ക് കൂടുതൽ ചുമതലകൾ നൽകിയേക്കുമെന്നാണ് സൂചന. DCCകളുടെ ശാക്തീകരണം ഉൾപ്പെടെ സംഘടനാ തലത്തിലുള്ള നവീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നതായിരിക്കും സമ്മേളനം. വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ അംഗങ്ങൾക്കും ക്ഷണിതാക്കൾക്കും പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, PCC അധ്യക്ഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളടക്കം 169 പേർ പങ്കെടുക്കും. 6 പതിറ്റാണ്ടിനപ്പുറം വീണ്ടുമൊരു സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടി നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. 2025 പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച പാർട്ടി അടിമുടി നവീകരണത്തിനുള്ള മാർഗങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംഘടനാ ദൗർബല്യം എന്ന വെല്ലുവിളിയെ മറികടക്കാൻ കോൺഗ്രസിന് ഈ സമ്മേളനത്തോടുകൂടി കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് K. രാധാകൃഷ്ണൻ MPയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. രാവിലെ 11 മണിയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറിലധികം നീണ്ടുനിന്നു. കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ED വിളിപ്പിച്ചതെന്ന് K. രാധാകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് K. രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്തത്. 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. കഴിഞ്ഞ മാസം തന്നെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ അദ്ദേഹം EDക്ക് കൈമാറിയിരുന്നു. നേരത്തെ 2 തവണ ED നോട്ടീസ് നൽകിയിരുന്നെങ്കിലും MP അസൗകര്യം അറിയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ ജില്ലാ സെക്രട്ടറിയെയും ED മുൻപ് ചോദ്യം ചെയ്തിരുന്നു. കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് K. രാധാകൃഷ്ണനെയും ED ചോദ്യം ചെയ്തത്. അതേസമയം CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കേസുമായി യാതൊരു ബന്ധമില്ലെന്നും താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇപ്പോഴും പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നോട് ചോദിച്ചതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് യാതൊരു ഇടപാടില്ലല്ലോ, ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും CPMൻ്റെ ജില്ലാ കമ്മിറ്റിക്കില്ല. അത് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇല്ല, വിളിച്ചപ്പോൾ വരാമല്ലോ നമുക്ക്.
വിളിച്ചിട്ടൊന്നുമില്ല. അവർ ഞാൻ പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേരത്തെ കൊടുത്തല്ലോ, ഇപ്പോൾ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഞാനൊരു ആ കാലത്ത് ഈ പീരീഡിൽ സെക്രട്ടറി ആയിട്ട് 2.5 വർഷത്തിൽ താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്നും വീണ്ടും ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിട്ടില്ല എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റിൽ 31 കിലോഗ്രാം മയക്കുമരുന്ന് വസ്തുക്കൾ കസ്റ്റംസ് എയർ കാർഗോ വിഭാഗം പിടികൂടി. അമേരിക്കയിൽ നിന്നും ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്നും വിമാനമാർഗമാണ് ഇവ എത്തിച്ചത്. യൂറോപ്യൻ രാജ്യത്തു നിന്നും കടത്തിയ 26 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 11 കിലോ ഹാഷിഷ്, 12 കിലോ മരിജുവാന, 3 കിലോഗ്രാം കൊക്കെയിൻ എന്നിവയാണ് പിടികൂടിയത്. അമേരിക്കയിൽ നിന്ന് എത്തിയ പാഴ്സലിൽ 5 കിലോ ലഹരി മരുന്നാണ് ഉണ്ടായിരുന്നത്. ഇരു വിഷയത്തിലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗം. ദുബായിൽ ഹൈപ്പർ മാർക്കറ്റുകളും എക്സ്പ്രസ് സ്റ്റോറുകളും ഉൾപ്പെടെ വിവിധ റീറ്റെയിൽ പദ്ധതികൾക്കായി ദുബായ് ഔഖാഫും ലുലു ഗ്രൂപ്പും ധാരണയായി. ദുബായ് ഔഖാഫ് ആൻഡ് മൈനേഴ്സ് അഫയേഴ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ഈസ അബ്ദുള്ള അൽ ഗുറൈർ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഔഖാഫ് സെക്രട്ടറി ജനറൽ അലി അൽ മുത്തവ, ലുലു റീറ്റെയിൽ ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ MA സലീം എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഷോപ്പിംഗ് കേന്ദ്രങ്ങളടക്കം ദുബായിൽ വരാനിരിക്കുന്ന പദ്ധതികൾ ഔഖാഫിന്റെ സഹകരണത്തോടെ ലുലു യാഥാർത്ഥ്യമാക്കും. ഇതിന്റെ ഭാഗമായി ആദ്യ ഹൈപ്പർ മാർക്കറ്റ് ഈ വർഷം പകുതിയോടെ ദുബായ് അൽ ഖവാനിജിയിൽ തുടങ്ങും. റീറ്റെയിൽ സേവനങ്ങൾ നൽകുന്നതിനായി ലുലുവിനെ തെരഞ്ഞെടുത്തതിൽ ദുബായ് ഭരണ നേതൃത്വത്തിനും ദുബായ് ഔഖാഫിനും MA യൂസഫ് അലി നന്ദി പറഞ്ഞു. കുവൈറ്റിൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ ആവശ്യങ്ങൾക്കായി സൂപ്പർ മാർക്കറ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെയും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സലേം അൽ നവാഫിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയത്. പോലീസ് അസോസിയേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുക. സബഹാൻ പ്രദേശത്താണ് സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം. തടവിൽ കഴിയുന്ന തങ്ങളുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ജയിലിൽ അനുവദനീയമായ മറ്റ് സാധനങ്ങളും ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇതിനായുള്ള പ്രത്യേക ആപ്പ് വഴിയോ ഓർഡർ നൽകാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം. ഡെലിവറി ജീവനക്കാർ ജയിലിലെത്തി റെസിപ്റ്റ് ഉൾപ്പെടെ അതത് തടവുകാർക്ക് സുരക്ഷിതമായി കൈമാറും. തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും അവ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മക്കയിൽ ഉംറ തീർത്ഥാടനത്തിന് വന്ന കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശിയെ കാണാതാവുകയും 10 ദിവസത്തിന് ശേഷം കണ്ടുകിട്ടിയതായി മക്ക KMCC നേതാവ് മുജീബ് പൂക്കോട്ടൂർ പറഞ്ഞു. അടുത്ത് തന്നെ മദീന സന്ദർശിച്ച് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നും മുജീബ് വ്യക്തമാക്കി. നാട്ടിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിനായി മാർച്ച് 8 മക്കയിലെത്തുകയും പിന്നീട് കാണാതാവുകയും ചെയ്ത കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശി അബ്ദുൽ അസീസ് എന്ന ആളെ മക്കയിൽ വെച്ച് കണ്ടെത്തിയതായി മക്ക KMCC നേതാവ് മുജീബ് പൂക്കോട്ടൂർ പറഞ്ഞു. മാർച്ച് 28 അവസാനമായി ഹറമിനകത്ത് മത്താഫിലാണ് എന്ന് പറഞ്ഞ് അബ്ദുൽ അസീസ് നാട്ടിലേക്ക് വിളിച്ചിരുന്നത്. അതിനുശേഷം വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധുക്കളും നാട്ടുകാരും പലരും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് 10 ദിവസത്തിനു ശേഷം കണ്ടെത്തിയതായി മുജീബ് പൂക്കോട്ടൂർ പറഞ്ഞു. നമ്മൾ 10 ദിവസമായി തെരഞ്ഞു നടന്നിരുന്ന നമ്മളെ കോഴിക്കോട് മുണ്ടങ്കൽ സ്വദേശി അബ്ദുൽ അസീസ് എന്നവര് ഇവിടെ ഹറമിനടുത്ത് തന്നെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹറമിനടുത്ത് ബാത്റൂമിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടതായിരുന്നു. പെരുന്നാളിന്റെ അന്ന് മിസ്സിംഗ് വന്നാണ് മറ്റേ ഈ സാധനങ്ങള്, മൊബൈൽ ഫോണ്, പാസ്പോർട്ട്, 500 റിയാൽ എല്ലാം. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും അടങ്ങിയ ബാഗ് ഇപ്പോ ഹറമിനടുത്തുള്ള മിസ്സിംഗ് റൂമിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഗ്രൂപ്പ് വഴിയല്ല ഉംറക്ക് വന്നിട്ടുള്ളത്, സ്വന്തമായി ഉംറ വിസ എടുത്തു വന്നതാണ്. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിലെ പ്രധാന നഗരങ്ങളായ ജിദ്ദയെയും റിയാദിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാത നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതായി റിപ്പോർട്ട്. സൗദി ലാൻഡ് ബ്രിഡ്ജ് എന്ന് പേരിട്ടിരിക്കുന്ന 1500 കിലോമീറ്ററിലേറെ നീളമുള്ള 6 റെയിൽപാതകൾ ഉൾപ്പെടുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്യാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി ബിസിനസ് മാസികയായ മീഡ് റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ റെയിൽവേസിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി. മേഖലയിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണിത്. ഏകദേശം $700 കോടി പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത്. റിയാദിനും ജിദ്ദയ്ക്കുമിടയിൽ 950 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽപാതയുടെ നിർമ്മാണവും ദമാമിനും ജുബൈലിനുമിടയിൽ 115 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു പാതയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കുവൈറ്റിൽ 31 കിലോഗ്രാം മയക്കുമരുന്ന് വസ്തുക്കൾ കസ്റ്റംസ് എയർ കാർഗോ വിഭാഗം പിടികൂടി. അമേരിക്കയിൽ നിന്നും ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്നും വിമാനമാർഗമാണ് ഇവ എത്തിച്ചത്. യൂറോപ്യൻ രാജ്യത്ത് നിന്ന് കടത്തിയ 26 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്.
വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കി ലീഗ്. വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ച് നടത്തിയത് അപകീർത്തികരമായ പരാമർശമാണെന്നും വിഷയത്തിൽ പ്രതികരിക്കാതെ ഇടതുപക്ഷം ഒളിച്ചുകളി നടത്തുകയാണെന്നും ലീഗ് നേതാവ് ടി മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. വിഷയത്തിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SNDP യോഗം നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗം. മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നതെന്നും തന്റെ സമുദായത്തിലെ അംഗങ്ങൾ സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് കഴിയുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനമാണ് ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ വെള്ളാപ്പള്ളി യോഗ്യനല്ല. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണം. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാവ് തന്നെയാണെന്നും ലീഗ് നേതാവ് ടി മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിന് തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത നിർത്താൻ പാടില്ല. ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം. എന്നിട്ട് ആത്മാർത്ഥത കാണിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് പരാമർശത്തിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറയുന്നത്. കേസെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കുറ്റങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂവെന്നും ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ ഇടതുപക്ഷം പ്രതികരിക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്നാണ് ലീഗ് നേതാക്കളുടെ ആരോപണം. വെള്ളാപ്പള്ളിക്ക് ഇടതുപക്ഷം മറുപടി പറയണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. പാർട്ടി നിലപാട് സെക്രട്ടറി പറയും. വെള്ളാപ്പള്ളിയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് രാഷ്ട്രവിരുദ്ധനാകില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഞാൻ പോകുന്നത് 30 വർഷമായിട്ട് അതേ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആകുന്നു. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ആ സമുദായത്തിലെ ആളുകൾക്ക് തോന്നിയപ്പോൾ അവരൊരു സ്വീകരണം വെച്ചു. ഞങ്ങളെയൊക്കെ വിളിച്ചു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരെന്നതിൽ ഞങ്ങൾ ആ സ്വീകരണത്തിന് പോകും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിന് പോകുന്ന ആളുകൾ അതിന് പോകരുത്. അദ്ദേഹത്തെ രഹസ്യമായി കണ്ട് 10 വോട്ട് പിടിക്കേണ്ട സമയത്ത് പോകണമെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതെനിക്ക് യോജിപ്പില്ല. വോട്ട് പിടിക്കേണ്ട സമയത്തും പോവും, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന സമയത്തും പോവും. വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രവിരുദ്ധത ഉണ്ടെന്നുള്ള ധാരണയും എനിക്കില്ല. സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ സമരം അവസാനിപ്പിക്കാമെന്ന് ആശാവർക്കർമാർ. ഘട്ടം ഘട്ടമായി തുക വർദ്ധിപ്പിക്കാമെന്ന് സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകണം. ഇതിനിടെ കമ്മിറ്റിയെ നിശ്ചയിച്ച് മുന്നോട്ടു പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. ആശമാരുടെ കാര്യത്തിൽ സർക്കാർ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തെന്ന് തൊഴിൽ മന്ത്രി പ്രതികരിച്ചു. ആരോഗ്യമന്ത്രിക്ക് പിന്നാലെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും കഴിഞ്ഞ ദിവസം ആശമാർ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നിബന്ധനകളിൽ അയവ് വരുത്തുന്നത്. കമ്മിറ്റിയെ വെച്ച് പഠനം നടത്തി 3 മാസത്തിനകം തീരുമാനം കൈക്കൊള്ളാമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ സമയപരിധി 1 മാസമായി ചുരുക്കുകയും ഘട്ടം ഘട്ടമായി തുക ഉയർത്താമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാമെന്നുമാണ് ആശമാരുടെ ഇപ്പോഴത്തെ നിലപാട്. 3 മാസത്തെ കമ്മിറ്റി 1 മാസം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 1 മാസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് പറ്റും. അത്രയും കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. നമ്മൾ ഈ 60 ദിവസം കൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നാനാവശങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് പൊതുസമൂഹം ആകെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഒരാഴ്ച കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളേ ഉള്ളൂ. നിലവിൽ ആരോഗ്യവകുപ്പ് നിശ്ചയിച്ച കമ്മിറ്റിയെ ഉടൻ പ്രഖ്യാപിക്കും. ആശമാരുടെ കാര്യത്തിൽ സർക്കാർ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ കൂടുതൽ ഒരു സർക്കാരിനും ചെയ്യാനാകില്ലെന്നുമായിരുന്നു തൊഴിൽ മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അത് എൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇതിനിടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പൗരസംഗമം ഈ മാസം 12-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കും. ജോസഫ് സി മാത്യു സാറിൻ്റെ കൺവീനറായിക്കൊണ്ടാണ് ഈ പൗരസാഗരം സംഘടിപ്പിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം സമരത്തെ ആദ്യം പിന്തുണച്ച ചില ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മലക്കം മറിഞ്ഞെന്ന ആരോപണവും ആശമാർക്കിടയിൽ അതൃപ്തിയായി ഉയരുന്നുണ്ട്. അനിശ്ചിതകാല രാപ്പകൽ സമരം 58-ഉം നിരാഹാര സമരം 20-ാം ദിനത്തിലുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
2030 കൊച്ചി കപ്പൽ നിർമ്മാണത്തിനുള്ള ആഗോള ഹബ്ബായി മാറുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. മാരിടൈം ഇന്ത്യ വിഷൻ 2030, മാരിടൈം അമൃത് കാൽ വിഷൻ 2047 എന്നീ പ്രധാന പദ്ധതികൾ തുറമുഖങ്ങളെ ആധുനികമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 67,77 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിലവാരത്തിലുള്ള സമുദ്ര പഠന ഗവേഷണ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ സമഗ്ര വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള IMU ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിക്ക് പുറമെ വിശാഖപട്ടണം, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസ പരിഷ്കരണം എന്നീ മേഖലകളിലാണ് 17 കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നത്. As the premier institution dedicated to maritime education, IMU has been instrumental in nurturing skilled professionals who drive this industry. Environment-friendly spaces, well-equipped hostel, libraries, academic blocks, and energy-saving project add to the holistic maritime education that IMU will provide to the student fraternity. വിദ്യാർത്ഥികൾക്ക് ലോകോത്തര പരിശീലനങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി വാട്ടർ മെട്രോയിൽ യാത്ര നടത്തി. 3 മണിക്ക് ഹൈക്കോർട്ട് ടെർമിനലിലെത്തിയ അദ്ദേഹം ഫോർട്ട് കൊച്ചി, വൈപ്പിൻ റൂട്ടുകളിൽ 1 മണിക്കൂറിലേറെ സമയം യാത്ര ചെയ്തു. അതുല്യമായ യാത്രാനുഭവമാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രദാനം ചെയ്യുന്നതെന്ന് അദ്ദേഹം സന്ദർശക രജിസ്റ്ററിൽ കുറിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. IPL-ൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 4 റൺസ് ജയം. 239 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 61 റൺസ് നേടിയ നായകൻ അജിങ്ക്യ രഹാനെയാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് 238 റൺസ് നേടിയത്. നിക്കോളസ് പുരാന്റെയും ഓപ്പണർ മിച്ചൽ മാർഷിന്റെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ലക്നൌ ഇന്നിംഗ്സിൽ നിർണായകമായത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.